ഞാൻ കരയില്ലേ മോളെ. എടി എന്തോന്ന് പണിയടി നീ കാണിച്ചത്? നിന്നൊക്കെ എന്റെ വീടാ, ഇവിടെ വെച്ച് അവളെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല, മനസ്സിലായല്ലോ? ചേട്ടാ ഇവൾ എന്തോന്ന് പണിയാണ് കാണിച്ചതെന്ന് അറിയാമോ? ആരടുത്തും പറയാതെ വീട് വിട്ട് ഇറങ്ങിയിരിക്കുക. ഒരു ബോധം പൊക്കണോ ഇല്ലാത്ത സാധനം. എന്തെങ്കിലും പറ്റിയെങ്കിൽ എന്തോ നീ വരുന്നത്? ഞാൻ ഇനി അന്വേഷിക്കാൻ സ്ഥലങ്ങൾ ബാക്കിയില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിനക്കും നിന്റെ അമ്മയ്ക്ക് നല്ല സന്തോഷമായിരുന്നല്ലോ. അവള് നിന്റെ ഭാര്യയല്ലേ? നീ അമ്മയെ സ്നേഹിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് നമ്മളോട് യാതൊരു വിധത്തിൽ സ്നേഹവും ഇല്ല. അമ്മയ്ക്ക് അമ്മയുടെ വാശിയും വൈരാഗ്യവും തീർക്കാനാണ് നമ്മൾ മക്കളൊക്കെ. പണ്ട് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു. അമ്മയുടെ വാക്കും വിശ്വസിച്ച് ഞാൻ ഇവിടെ തല്ലി ചതച്ചിട്ടുണ്ട്, അറിയോ നിനക്ക്? നീ ബാംഗ്ലൂരായിട്ട് നിനക്കൊന്നും അറിയാത്തതാ. ജീവിതം എടുത്തിട്ട് ഞാൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ അങ്ങനെ ചെയ്തോണ്ടാ ഏട്ടനെല്ലാം മനസ്സിലാക്കി ഇപ്പൊ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നേ. ചില സമയത്ത് അമ്മ പറയുന്നതും ഇവിടെ അടുത്ത് പെരുമാറുന്നതും ഒക്കെ കാണുമ്പോൾ തെറ്റാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല ഏട്ടാ. അമ്മ എന്ത് കഷ്ടപ്പെട്ടാ നമ്മളെ വളർത്തിയത്. എടാ അതൊക്കെ ശരിയാ, പക്ഷെ അമ്മ ചെയ്യുന്നത് തെറ്റെന്ന് തോന്നി തുടങ്ങിയാൽ പിന്നെ നീ അമ്മയെ സപ്പോർട്ട് ചെയ്യരുത്. അമ്മയെ നീയും കൂടെ ഇത്രയും അവളെ ഉപദ്രവിച്ചും അവളിതെല്ലാം സഹിച്ച് ജീവിച്ചത് നീ എന്നെങ്കിലും അവളെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുമെന്ന് കരുതിയിട്ട് മാത്രമാണ്. അത് നീ ഓർത്തോ? എന്തായാലും സന്ദീപേ, അമ്മ ഓരോന്ന് പറയുമ്പോഴത്തേക്കും അവളെ നീ ഓരോ തവണ കൈവയ്ക്കുന്നുണ്ടല്ലോ, അത്ര ശരിയായ കാര്യമൊന്നുമല്ല. ഇവളൊരു കേസ് കൊടുത്താ ഞാൻ ഇവളുടെ കൂടെ നിൽക്കും. നിന്റെ ഭാര്യയാണെന്ന് വെച്ചിട്ടേ അവളെ തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നും നിനക്കില്ല. എടാ നമ്മളെ തിരിച്ച് തല്ലാനും എതിർക്കാനും പറ്റാത്തവരെ ഇനി നീ അമ്മയുടെ വാക്കും വിശ്വസിച്ച് ഇവളെ ഇനി ഉപദ്രവിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അവളെ പാട്ടിന് വിട്ടേക്കണം. വേണ്ട, നീ അവളോട്ട് സംസാരിക്കും. ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.